ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. admission.uoc.ac.in എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമെന്ന് കാണാം. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഡിക്ലറേഷനുള്ള ജസ്റ്റ് ടിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾക്കൊരു ക്യാപ്പ് ഐ ഡി, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾക്കൊരു ക്യാപ്പ് ഐ ഡി ലഭിച്ചിട്ടുണ്ടാവും. ആ ക്യാപ്പ് ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി കീയും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് രണ്ടും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പം പല കുട്ടികളും ഒരേ ടൈമിൽ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയതുകൊണ്ട് തന്നെ ചിലപ്പോൾ സൈറ്റ് ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ തവണ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരുള്ളൂ. ഓക്കെ, സൈറ്റ് ഓപ്പൺ ആയെന്ന് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ശേഷം നിങ്ങളുടെ, അതായത് നമ്മൾ പറഞ്ഞ പോലെ ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കോളേജാണ്, എത്രാമത്തെ കാറ്റഗറിയാണ്, ഓപ്ഷൻ ഏതാണ്, കോഴ്സ് ഏതാണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജൂൺ 17 വൈകിട്ട് 5 മണി വരെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂൺ 17 വൈകിട്ട് 3 മണി വരെ നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതൊഴികെ ബാക്കി നിങ്ങളുടെ ആപ്ലിക്കേഷനിലുള്ള എന്ത് ഡേറ്റാസ് വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പുതിയതായിട്ട് ഓപ്ഷൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ടാത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. അതിന് നിങ്ങളുടെ പ്രൊഫൈൽ എഡിറ്റ് ഓർ അൺലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എഡിറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എഡിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു എഡിറ്റ് ചെയ്തതിൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് നിങ്ങളെടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ എപ്പോഴൊക്കെ എഡിറ്റ് ചെയ്യുന്നോ ആ ഒരു പുതിയ പ്രിൻ്റ് ഔട്ട് നമ്മളെടുത്ത് സൂക്ഷിക്കണം. ആ പ്രിൻ്റ് ഔട്ട് ആയിരിക്കണം നമ്മൾ അഡ്മിഷൻ സമയത്ത് കോളേജിൽ പോകുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ മൊത്തത്തിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ടവർ ഇപ്പോൾ എഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പറയുന്നുണ്ട്, തെറ്റായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ചിലപ്പോൾ റിസർവേഷനോ അല്ലെങ്കിൽ ബോണസ് പോയിൻറ്റ്സിൻ്റെയോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ തെറ്റായ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കൊടുത്ത് അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റുകളെല്ലാം അവിടെ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് കൊടുക്കുന്ന എല്ലാ ഡേറ്റാസും കറക്റ്റായിട്ടുള്ളതായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2022, 23, 24 വർഷങ്ങളിൽ VHSC NSQF സ്കീമിൽ +2 പാസ്സായ വിദ്യാർത്ഥികൾ NSQF ബോർഡാണ് അപേക്ഷയിൽ രേഖപ്പെടുത്തിയത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ട്രയലിൽ കിട്ടിയത് നിങ്ങൾ ഫസ്റ്റിൽ കിട്ടണമെന്ന് ചിലപ്പോൾ നിർബന്ധമില്ല. ചിലപ്പോൾ അത് മാറ്റം വന്നേക്കാം. കാരണം പല വിദ്യാർത്ഥികളും ഇപ്പോൾ അവർ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ട്രയലിൽ കിട്ടിയ കോളേജുകൾ അല്ലെങ്കിൽ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോഴത്തേക്കും മാറ്റം വന്നേക്കാം. ഓക്കെ, മിക്കവാറും ഫസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ അതിൽ മാറ്റം വരാൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റിൽ കിട്ടുക. അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്